അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോ അവിടുന്ന് പോരുന്ന വീഡിയോ ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ നേരൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ നല്ല വെളുത്ത സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം മോനെൻ്റെ മടിയിലുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഭയങ്കര ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മോനെൻ്റെ മടിയിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ജനലിൻ്റെ ആ ഭാഗത്ത് വന്ന് ശരിക്കും ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. രാത്രി അവനായിരുന്നു, പിന്നെ രാത്രി നമ്മൾ കിടക്കുമ്പോൾ പിന്നെ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവന് നല്ല പോലെ ഉറങ്ങി കേട്ടോ. ഞങ്ങളിരിക്കുന്ന സീറ്റിൽ വേറെ ആരും ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ ശരിക്കും അവന് ഉറങ്ങാൻ പറ്റും. പിന്നെ എനിക്ക് പൊതുവേ യാത്രകളിൽ അങ്ങനെ ഉറക്കം വരില്ല. നമ്മൾ ഫാമിലി മാത്രമായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങാൻ നല്ലാണ്ട് ഇങ്ങനെ കുറേ പേരുണ്ടാകുമ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ എനിക്ക് കഴിയില്ല കേട്ടോ. അപ്പം ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. രാത്രി നമ്മൾ അവിടുന്ന് രാത്രി 8 മണിക്കാണ് പോകുന്നത്. പിന്നെ രാത്രി 2 മണി ആ സമയത്താണ് നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ പോരുന്ന സമയത്ത് നല്ല സുഖം ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറങ്ങാനും പറ്റില്ല, പക്ഷെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ആകാശക്കാഴ്ച എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ എടുത്താൽ കേട്ടോ. അവന് ഉറങ്ങി തന്നെയായിരുന്നു, അവന് വിളിച്ചിട്ട് അവൻ എണീക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പരമാവധി എത്തി ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ഇങ്ങനെ ആകാശത്തിൻ്റെ മേഘങ്ങളും അതേപോലെ രാത്രിയായ നക്ഷത്രങ്ങളും രാത്രി വിമാനം പോകുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് കേട്ടോ. ഇപ്പോഴും ചെറുപ്പത്തിലും ഒരേപോലെ തന്നെ കേട്ടോ. എൻ്റെ ഉമ്മ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും, യാത്ര ചെയ്യുന്നത് വേറെ ഒരു വൈബുമാണ്, പക്ഷേ നമ്മൾ ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ കാണുന്ന ആ ഫീൽ ഉണ്ടല്ലോ, അത് വേറെ വൈബുമാണ് പറയുമ്പോഴോട് ഞാൻ കേട്ടോ. അപ്പോൾ അതാ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ലാൻഡ് ചെയ്യാൻ ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലാൻഡിങ്ങിൻ്റെ ഇടയിൽ മറ്റൊരു വിമാനം ഇതേപോലെ പോകുന്നതും കാണാൻ പറ്റി കേട്ടോ. ഞങ്ങളെ കുറച്ച് താഴെയായിട്ട് വേറൊരു എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെ ആയിരിക്കണം. അപ്പോൾ ഒരേ സമയം 2 വിമാനങ്ങൾ ഒരു വിമാനം പോകുന്നതും ഒരു വിമാനത്തിൽ നമ്മൾ പോകുന്നതും പറ്റി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇത് കിട്ടി കേട്ടോ. ആ സമയത്ത് ഒന്ന് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഈ വിമാനം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വരുന്ന വിമാനം വെയിറ്റ് ചെയ്തായിരിക്കും കേട്ടോ. ഏതായാലും ഇൻഷാല്ലാ നമ്മൾ കുഴപ്പമൊന്നുമില്ലാണ്ട് എത്തി. പിന്നെ ഞാൻ എത്തിയതിന് ശേഷമുള്ള വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ദുബായിൽ നിന്ന് വന്നവർ, സൗദിയിൽ നിന്ന് വന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്ലൈറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വന്ന ഫ്ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയി, അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ സമയം വരി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ 3 വിമാനങ്ങൾ ഒരേ സമയമായതുകൊണ്ട് തന്നെ വരി കുറേ സമയം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള വീഡിയോ, കാരണം എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ളൊരു സമയമായിരുന്നു അത്. പിന്നെ എനിക്ക് നല്ല സുഖം ഉണ്ടായില്ല, മോനും നല്ല ടയേർഡായിരുന്നു, ഞാനും. പിന്നെ നമ്മളെ കയ്യിലുള്ള ലഗേജ്, ഹാൻഡ് ലഗേജും ഒക്കെ പാടായപ്പോൾ നല്ല പ്രയാസത്തിൽ. അപ്പോൾ ആ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പോകുന്ന നല്ല നല്ല കാഴ്ചകളുടെ കുറച്ച് വീഡിയോസും പിന്നെ അവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള വീഡിയോ ഒന്ന് ചെറുതായിട്ടൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജ്യേഷ്ഠനും മക്കളും, 2 ജ്യേഷ്ഠത്തെ മക്കളും ഒരു ചെറിയ ജ്യേഷ്ഠനും കേട്ടോ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നേരെ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്ന് പിന്നെ അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ആ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഉള്ള വീഡിയോസ് വെച്ചിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്താൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന ആകാശക്കാഴ്ചകളൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി, പിന്നെ നാട്ടിലെത്തിയിട്ട് ചെറിയൊരു വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നുണ്ട്. വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിന് ബൈ.